രണ്ടുപേരും കൂടെ ഒരുങ്ങി റെഡിയായിട്ട് എൻ്റെ കൂടെ ഓഫീസിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. നമ്മൾക്ക് വീട്ടിൽ നിന്ന് 2 ബസ് മാറി കയറിയിട്ട് വേണം ഓഫീസിലെത്തണമെങ്കിൽ. മോനൊന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ടാണ് ഞാൻ അവരെ കൂടെ കൂട്ടിയത് കേട്ടോ. കൂടെ കൂട്ടുന്നതൊക്കെ രസം തന്നെയാണ്, പക്ഷേ പോകുന്ന വഴി മുഴുവനും വെള്ളം വേണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞ് നമുക്ക് കണ്ണും ചൂടും തരൂല. അതെല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം എൻ്റെ മക്കളും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലെത്തുന്നതിന് മുന്നേ എന്നെക്കൊണ്ട് കടയിൽ കയറി സോഡാ സർബത്തും സാൻഡ്വിച്ചൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു കടയിൽ കയറിയേക്കാണ്. അവിടെ കണ്ട സ്നാക്കും അതും ഇതുമൊക്കെ വേണമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തൽക്കാലം ഒന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ അവർക്ക് അതൊക്കെ വാങ്ങി കൊടുത്തിട്ട് നേരെ ഓഫീസിലോട്ട് വന്നിട്ടാണ്. എൻ്റെ മോൾക്കാണെങ്കിൽ ഏത് കടയിൽ ചെന്നാലും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ടേബിളിൻ്റെ മുകളിലാണ് കയറിയിരുന്ന ശീലം. ആൾക്ക് ചെയറിലിരുന്ന് കഴിഞ്ഞാൽ കൈ എത്തില്ലല്ലോ. അപ്പം ആളുടെ സ്ഥിരം സ്ഥലം ടേബിളിൻ്റെ മുകളിലാണ് കേട്ടോ. അതാണ് കടയിൽ ചെന്നപ്പോൾ ആൾ ടേബിളിൻ്റെ മുകളിലാണ് കയറിയിരിക്കണത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഫീസിലോട്ട് വന്നിട്ടാണ്. നമുക്ക് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു മിനിമം ചാർജ് കൊടുത്ത് വേണം ഓഫീസിലെത്തണമെങ്കിൽ. അങ്ങനെ നമ്മൾ ഓഫീസിലൊക്കെ ഒന്ന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായി. അപ്പം മിക്ക സൈറ്റിൽ പോയിക്കണായിരുന്നു. ആൾ വന്നപ്പം ആളും കുറച്ച് സ്നാക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായി കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടുണ്ടായി. അപ്പം പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പഫ്സ് ഉണ്ട്, പിന്നെ വേറെന്തോ തലശ്ശേരി സ്പെഷ്യൽ അങ്ങനെ എന്തോ ഒരു സ്നാക്കാണ് കേട്ടോ ആൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ നമ്മളുടെ ഓഫീസിൽ തന്നെ ഒരു കുഞ്ഞു കിച്ചൺ ഉണ്ട് കേട്ടോ. അത് ചെറിയൊരു മിനി കിച്ചൺ എന്നൊക്കെ പറയാം. നമുക്ക് അത്യാവശ്യത്തിന് ഒരു ചായയൊക്കെ വെക്കണമെങ്കിൽ അതിനുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇക്കാൻ്റെ ക്യാബിനാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് പാർട്ടീഷൻ വെച്ചിട്ട് സ്റ്റാഫിന് ഇരിക്കാനുള്ള സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്കാണെങ്കിൽ ഇങ്ങനെ കഥ പോലെ പറഞ്ഞ് ശീലമൊന്നുമില്ല കേട്ടോ. ചെറിയ മിസ്റ്റേക്സൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നമ്മൾ നേരെ ചായ വെച്ചു. കട്ടനാണ് വെച്ചത് കേട്ടോ. ഒരു ചെറിയ കെറ്റിലൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അവിടെ. എപ്പോഴും നമുക്ക് നൈറ്റൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുമല്ലോ. അപ്പം അങ്ങനെ. പിന്നെ നമ്മളുടെ ഈ ഒരു ഓഫീസ് ജസ്റ്റ് കുറച്ച് നാൾ മുന്നേ റിനോവേറ്റ് ചെയ്തതാണ് കേട്ടോ. റിനോവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ തന്നെ സ്വന്തമായിട്ട് ഓരോന്നൊക്കെ അഴിച്ച് പണിത് ജസ്റ്റ് ആളുടേതായ രീതിയിലൊക്കെ ഇടയ്ക്ക് ആൾക്ക് തോന്നുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അത് ആളുടെ ഒരു ശീലമാണ്. എപ്പോഴും ഒരുപോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂഡ് ഉണ്ടാവില്ല എന്ന് പറയും വർക്ക് ചെയ്യാൻ. എൻ്റെ കൂടെ 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ ഹാൽ ഇപ്പോൾ എന്താണെന്ന് അറിയണ്ടേ. കുറേ സമയമൊക്കെ ഇരുന്ന് കളിച്ച് 2 പേരും കൂടെ. അത് കഴിഞ്ഞ് പിന്നെ ഉറക്കമായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചായയൊക്കെ കുടിച്ചു കേട്ടാ. നമ്മൾ തിരികെ വീട്ടിലേക്ക് പോയപ്പോൾ ഇരുട്ടായിട്ടുണ്ടായിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.